പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ, നിത്യജീവന്റെ പാതയിലേക്ക് സ്വാഗതം. ചില മനുഷ്യരുടെ ജീവിതങ്ങളിലെ അവർ ജീവിക്കാൻ തുടങ്ങുന്നു, മാമുദിസ സ്വീകരിക്കുന്നു, കൂദാശകൾ സ്വീകരിക്കുന്നു, പലപ്പോഴും നല്ല ക്രൈസ്തവരായി ജീവിക്കുന്നു. മറ്റു ചിലരാകട്ടെ ചെറുപ്പകാലം മുതലേ ദൈവത്തെ അറിയാതെ ജീവിക്കുന്നു. എങ്ങനെ ജീവിച്ചാലും മനുഷ്യ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലുമ്പോൾ അവൻ തൻ്റെ മഹത്വം എന്തെന്ന് തിരിച്ചറിയാൻ ഇടയാകുകയാണെങ്കിൽ മറ്റു മനുഷ്യരുടെ മഹത്വം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ അവന് കഴിയും. ബിസിനസ്സിലൂടെ അഹങ്കാരിയായി സ്വാർത്ഥനായി ജീവിച്ച് അതിൻ്റെ ഉന്നതിയിലെത്തിക്കഴിഞ്ഞ് തകർച്ചയുടെ പടിയിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് സ്വന്തം ജീവിതത്തിന് അർത്ഥം ദൈവവചനത്തിലൂടെ കണ്ടെത്തുവാൻ ഇടയായത്. ഡിഡി എന്ന സഹോദരൻ തൃശ്ശൂർ ജില്ലയിലെ നെല്ലിക്കുന്നിലുള്ള അദ്ദേഹം യേശുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന യേശുവിനോട് വിശ്വാസത്തിൻ്റെ അനുസരണം എങ്ങനെ പ്രകടിപ്പിക്കാമെന്ന് കാണിക്കുന്നത് അനേക വ്യക്തികൾ ഒട്ടും ശാരീരികമായി എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്തവരുടെ അടുക്കലെ യേശുവിൻ്റെ വചനം കൊടുത്ത് അവരുടെ ആന്തരിക മനുഷ്യൻ്റെ ശക്തി തിരിച്ചറിയുവാനും സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വന്ന് മറ്റുള്ളവരെ പോലെ തന്നെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാനും സ്വതന്ത്രരാകാനും ഇടയായ സംഭവം നമുക്ക് നേരിൽ കാണാനും കേൾക്കാനുമായി തൃശ്ശൂർ ജില്ലയിലെ നെല്ലിക്കുന്നിലേക്ക് നമുക്ക് പോകാം. കർത്താവിന്റെ കാരുണ്യം അനേകരിലേക്ക് ഒഴുക്കുന്ന ഒരു ജീവിതത്തിന്റെ ഏടുകളിലേക്കാണ് നാം ഇന്ന് കടന്നു ചെല്ലുന്നത്. ഇത് തൃശൂർ നെല്ലിക്കുന്നുള്ള മനുഷ്യസ്നേഹി എന്ന സ്നേഹകൂടാരത്തിലെ ഡിഡി. നട്ടെല്ലിന് ക്ഷതം വന്ന് തളർന്നുപോയ അനേകം ജീവിതങ്ങൾക്ക് സാന്ത്വനവും പരിചരണവും നൽകുന്ന ഈ കൂടാരത്തിന്റെ മുൻനിര പ്രവർത്തകരിൽ ഒരാൾ. യുവത്വത്തിൽ ഹൃദയത്തിൽ ജ്വലിച്ച വചനാനുഭവം ഒട്ടുമൊളിമങ്ങാതെ ദൈവരാജ്യത്തിന്റെ പങ്കുവയ്ക്കലിനായി സമർപ്പിക്കുന്ന ജീവിതം. ആരുമില്ലാതെ ഏകാന്തതയുടെ തുരുത്തിൽ ഒറ്റപ്പെടുന്ന ഈ ജീവിതങ്ങൾക്ക് പുതിയ പ്രതീക്ഷയുടെ വെളിച്ചമേകി ഈ ജീവിതം നമുക്ക് മാതൃകയാകുന്നു. നിത്യജീവന്റെ പാത കാണാറുണ്ടല്ലോ അല്ലേ? നിത്യജീവന്റെ പാതയിൽ പല വ്യക്തികളിലൂടെയും കർത്താവ് ഇതുവരെ വളരെയധികം സന്ദേശങ്ങൾ നൽകി. ഇന്നേ ദിവസം ഡിഡിയിലൂടെയാണ് കർത്താവ് സംസാരിക്കാൻ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടതും കർത്താവ് എങ്ങനെയാണ് ഇദ്ദേഹത്തെ ഉപയോഗിക്കുന്നത് നമുക്ക് ഷാലോം പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കുക എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നിത്യജീവന്റെ പാതയിലേക്ക് സ്വാഗതം. ഇദ്ദേഹം ഈ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് എന്തായിരുന്നു എന്നൊന്ന് പരിചയപ്പെടുത്താമോ? ഞാനൊരു ബിസിനസ് മേഖലയിലായിരുന്നു. ഒരു 5-6 തരം ബിസിനസ്സുകൾ സ്വന്തം നാട്ടിൽ ചെയ്തിരുന്നതാണ്. 20 വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്. വിവാഹത്തിന് മുമ്പാട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നിരുന്ന ആളാണ്. ഞാൻ എൻ്റെതായ കാര്യങ്ങൾ ഞാനെന്ന മനോഭാവത്തോടു കൂടി ഞാൻ എൻ്റെ ബിസിനസ് കൊണ്ടുനടന്നിരുന്നത്. ബിസിനസ് എന്തായിരുന്നു? ബിസിനസ് ബ്യൂട്ടി പാർലർ, ലേഡീസ് ചോയ്സ്, മേശകസേര വാടക, ഹോട്ടല്, പച്ചക്കറി, അങ്ങനത്തെ പലചരക്ക്, അങ്ങനെ പല ബിസിനസ്സുകളും ചെയ്തിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിരുന്നത്, സ്റ്റാഫിനെ വെച്ച് ചെയ്തിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും ബിസിനസ്സുകാരാണ്. 7 ആണും 3 പെണ്ണാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത്. എല്ലാവരും ബിസിനസ്സുകാരാണ്. ഈ കുടുംബത്തിൽ ഞാനെന്ന ഭാവത്തിൽ ഞാൻ മാത്രമേ വളർന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ദൈവത്തോട് ചേർന്ന് അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ദൈവവിശ്വാസികളുടെ കുടുംബമാണ്. അതെ, അപ്പനമ്മയൊക്കെയായിട്ട് വളരെ ദൈവത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന കുടുംബം തന്നെ. ക്രിസ്ത്യാനി എന്നുള്ള വാക്കിന് തന്നെ വളരെ വില കൊടുത്തിരുന്നാണ് അപ്പനമ്മയെന്ന്. നാടാണല്ലോ. അതെ അതെ അതെ, ഞങ്ങളുടെ നാട് മാത്രമല്ല, ഞങ്ങളുടെ 25 തറവാട്ടിൽപ്പെട്ടാണ് ദൈവപ്രവേശം. അത് വലിയൊരു, ഞങ്ങൾക്ക് തറവാട്ടിന് വലിയൊരു മഹത്വം കൂടിയാണത്. 20 വർഷം മുമ്പാടാണ് എൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നത്. വിവാഹം വരെ ഒരു പ്രത്യേക ചാനലിൽ കൂടിയാണ് ഞാൻ യാത്ര ചെയ്തത്. ക്രിസ്ത്യാനി എന്ന പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മാത്രം. കുടുംബത്തിലുള്ള എല്ലാവരും വളരെ സത്യസന്ധമായും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നീങ്ങിയിരുന്നു. ആ കാലഘട്ടത്തിലാണ് വിവാഹ കുമ്പസാരത്തിന് ചെല്ലുന്നത്. വികാരിച്ചിന് വ്യക്തമായിട്ട് എന്നെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഏത് തരക്കാരനാണ്, എങ്ങനെയാണൊക്കെ എൻ്റെ പ്രവൃത്തികൾ എന്നുള്ളത്. മദ്യപാനം ഉണ്ടായിരുന്നു. എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നു. ഈ കാലഘട്ടത്തിൽ അച്ഛൻ ഒറ്റ ചോദ്യം ചോദിച്ചല്ലോ, ഡിഡിയെ നീ എന്തുദ്ദേശിച്ചിട്ടാണ് ഈ വിവാഹം കഴിക്കണേന്ന് ചോദിച്ചു. ഞാൻ അച്ഛന് കുമ്പസാരത്തിന്റെ ഒറ്റ മാർഗം പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ ജീവിതത്തിലല്ല, ഇനിയൊരു ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ വേണ്ടി മാത്രമാണ് വിവാഹം ചെയ്തത്. വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഇന്നേ വരെ ഒരു തുള്ളി മദ്യപാനോ വേറൊരു ചിന്തയിലേക്ക് ഞാൻ പോയിട്ടില്ല. വളരെ സത്യസന്ധമായുള്ള ഒരു കുടുംബജീവിതം നയിച്ചു പോരുന്നു. ഇപ്പോൾ ഭാര്യയും 2 മക്കളും ഉണ്ട്. ഭാര്യ ഒരു ബ്യൂട്ടി പാർലർ ചെയ്യുന്നു, മകൻ ഒരു സൈറ്റ് എഞ്ചിനീയറായിട്ട് പോകുന്നു, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ. 2ാമത്തെ മകൻ +2 പഠിക്കുന്നു. വളരെ സന്തുഷ്ടമായിട്ട് പോകുന്നു. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾ
ഞാനൊരു 6 വർഷം മുമ്പാണ് തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ അങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് വരാനിടയായത് കല്യാണത്തോടെടുത്ത തീരുമാനമാണോ അതോ വ്യക്തിപരമായി യേശുവിനെ നമ്മൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു ബിൽഡിംഗ് പണിതപ്പോൾ അതിൽ വന്ന സാമ്പത്തിക നഷ്ടത്തിൽ ഞാൻ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് തൃശ്ശൂർ അങ്ങാടിയിൽ. ഒരു ബ്രദറുടെ കയ്യിലാണ് ഞാൻ എത്തിപ്പെട്ടത്. അതില്ലായിരുന്നെങ്കിൽ വളരെ വീണ്ടും ഞാൻ പഴയ ചരിത്രത്തിലേക്ക് പോയി തന്നെ. ബ്രദർ എന്ത് ചെയ്തു? ബ്രദർ എന്നെ ഒരു ബൈബിൾ അടിസ്ഥാനത്തിൽ എന്നെ ജീവിക്കാൻ പഠിപ്പിക്കുകയും അതോടൊപ്പം ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രോഗികളെ സന്ദർശിക്കുകയും രോഗികൾക്ക് എന്തേ ആവശ്യം എന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കാനുള്ള സന്ദേശം അതോടുകൂടി എന്നെ പഠിപ്പിക്കുകയും കൂടി ചെയ്യായിരുന്നു. ഞാൻ ഇതിൽ ഒരുപാട് ധ്യാനം കൂടുകയും ധ്യാനത്തോടൊപ്പം എനിക്കൊരു ചെറിയ മാനസാന്തരം ഉണ്ടാവുകയും അതിൽ കൂടി ദൈവം പ്രവർത്തിക്കുകയും കൂടി ചെയ്തു. ഈ അവസ്ഥയിൽ ഈ രോഗിയെ എല്ലാ ദിവസവും 2 നേരം ഞാൻ പോയി അവന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് ചെയ്തു കൊടുത്തിരുന്നു. അവരുടെ മലമൂത്ര വിസർജനം ഞാൻ എടുത്തു മാറ്റിയിരുന്നു. അവരെ സഹായിക്കാൻ അന്ന് അച്ഛനമ്മയുടെ ജോലിക്ക് പോയിരുന്ന അവസ്ഥയിലായിരുന്നു. അവരില്ലാത്ത അവസ്ഥയിൽ ഞാൻ പോയി അവന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. വല്ല ചായ വാങ്ങിച്ചു കൊണ്ടു കൊടുക്കുക. അന്ന് അതിനത്ര എനിക്ക് കൺസെപ്റ്റ് അന്ന് വളരെ ലാഭത്തോടു കൂടിയിട്ടാണ്, വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്തിരുന്നത്. ഞാനത് ചെയ്തു എന്ന മനോഭാവമായിരുന്നു അന്ന് എനിക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാ ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൽ കൂടി ആ മകനിൽ കൂടി അവൻ ഈശോയെ കൊടുക്കുകയും ബൈബിൾ അവന് വാങ്ങിച്ചു കൊടുത്ത് ജീവിക്കുന്ന യേശു ക്രിസ്തു ഉണ്ടെന്നുള്ള മനസ്സിലാക്കി കൊടുക്കുകയും അതോടൊപ്പം അവൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുക്കുകയും ജീവിതത്തിലേക്ക് എന്നെ കൂടുതൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതല്ല പറഞ്ഞത്, എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവനെ ബലപ്പെടുത്തുവാനാണ് എന്നെ അവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. അവൻ രക്ഷപ്പെടാനല്ല, എന്നെ രക്ഷപ്പെടുത്താനാണ് അവൻ ശരിക്കും പറഞ്ഞാൽ യേശു ക്രിസ്തു എന്നെ കാണിച്ചു തന്നത്. വളരെ വ്യക്തമായിട്ട് അവനിക്ക് ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും മധ്യസ്ഥം വഹിച്ചിരുന്ന. ഇപ്പൊ 1 വർഷം മുമ്പാണ് മരിച്ചത്. വളരെ അവൻ മാനസാന്തരപ്പെട്ട് യേശുവിൽ ചേർന്നു, മാമോദീസ വാങ്ങി, അവരുടെ അച്ഛനും അമ്മയ്ക്കും മാമോദീസ വാങ്ങി വളരെ സന്തോഷത്തോടെ ഇപ്പോൾ കുടുംബം ജീവിച്ചു പോകുന്നു. ഈ സ്പൈനൽ കോഡ് തകർന്ന രോഗികളുടെ ഒരു കൂട്ടായ്മ തന്നെ, ഇപ്പോൾ വലിയൊരു കൂട്ടായ്മ തന്നെയുണ്ട്. ഒരു 150ഓളം സ്പൈനൽ കോഡ് തകർന്ന രോഗികൾ ഞാനും എൻ്റെ ഒരു ബ്രദറും കൂടി ചെയ്തു പോകുന്നുണ്ട്. അവരെ ഇവിടെ അന്തേവാസികളുടെ കൊണ്ടുവന്നിട്ടുണ്ടോ അതാ വീടുകളിൽ കാണുക? അത് 150 പേരും അവരുടെ വീടുകളിലാണ്. ഇത് അഗതി മന്ദിരമല്ല, അതിഥികളുടെ മന്ദിരമാണ്. 2, 3 അല്ലെങ്കിൽ 5 പേരെ കൊണ്ടുവന്ന് 10 ദിവസം അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കും. ബസ് സ്റ്റാൻഡ് ഇല്ലാതെ അവരുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്തു കൊടുക്കും. എല്ലാവരും അവരെ പരിചരിക്കാനുള്ള ആൾക്കാരെ ഞങ്ങൾ തന്നെ ചെയ്യുന്നു. ഞാനും എൻ്റെ കൂടെ ഒരു മാത്യു ബ്രദർ ഉണ്ട്. ഞങ്ങൾ 2 പേരും കൂടിയിട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അരക്കുന്ന കീഴിട്ട് സ്വാധീനം ഇല്ലാത്തവര്, ചലനം അറിയില്ല അവർക്ക് തന്നെ. അവരെ ചില ആക്ടിവിറ്റീസിന് ജയമാല കെട്ടല്, മെഴുതി ഉണ്ടാക്കല്, സോപ്പ് മുടി ഉണ്ടാക്കല്, അല്ലെങ്കിൽ സ്ട്രോണ്ട് നക്ഷത്രം ഉണ്ടാക്കല്. അവരെ പഴയ ജീവിതകാലത്തിൽ 20ഉം 15ഉം വർഷമായിട്ട് തീരെ കെടുതിരുന്ന വ്യക്തികളെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി അവർ സുവിശേഷം പറഞ്ഞു ജീവിക്കുന്ന യേശു ക്രിസ്തു ഉണ്ടെന്നുള്ളവർ മനസ്സിലാക്കി കൊടുത്ത്. എല്ലാ മതസ്ഥരുണ്ട്. അങ്ങനെ ഒരു ജാതി അല്ലത്, മനുഷ്യ സ്നേഹം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റോട് കൂടിയിട്ട് അവരെ കുടുംബത്തിൽ നിന്ന് 10 ദിവസം വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്ക്, ചിന്തിക്കാവുന്ന വിഷയങ്ങൾ മാത്രം എടുത്ത് നരകിച്ച് കിടക്കുന്ന ജീവിതത്തിൽ നിന്ന് അവർ പറയുന്നത് ഞങ്ങൾ ആക്രികളായിരുന്നു, ഞങ്ങൾ ആക്രി പോലെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് സ്ഥാനത്ത് ഏൽപ്പിച്ചു. ഇന്ന് ഞങ്ങൾ മനുഷ്യരായി. ഇതിന്റെ കൺസെപ്റ്റ് തന്നെ കിടക്കയിൽ നിന്ന് സിറ്റ് ഔട്ടിൽ നിന്ന് മുറ്റത്തേക്ക്, മുറ്റത്ത് നിന്ന് വിശുദ്ധിയിലേക്ക്. ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഇത് തന്നെ ഈ ഒരു കോൺസെപ്റ്റാണ്. മാത്രമല്ല വേറെ ആരെങ്കിലും സഹായിക്കാനുണ്ടോ? ഇഷ്ടം പോലെ ബ്രദർമാർ വരുന്നുണ്ട്. ഞങ്ങൾ 100% സമയങ്ങളിൽ ഞങ്ങൾ 2 പേരുണ്ടായിരിക്കും, ഫുൾ ടൈം ഉണ്ടായിരിക്കും. പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന 3 മണിക്ക്, 10 മണിക്ക്, 2 മണിക്ക്, 7 മണിക്ക് ഈ സമയങ്ങളിലൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രാർത്ഥന കൂട്ടായ്മയല്ല, എന്ന പ്രവൃത്തി കൂട്ടായ്മയാണ്. എന്നാൽ ഇത് പ്രാർത്ഥനയെ കൂടെ അല്ലാതെ ഇത് ജീവിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. പ്രാർത്ഥനയിൽ നിന്ന് ഊർജ്ജം സംഭരിച്ചാലേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. പ്രവർത്തിക്കണമെങ്കിൽ ഊർജ്ജം ഉണ്ടായിരിക്കണം. അത് പ്രാർത്ഥന തന്നെയുള്ളത്. അത് ഇന്ന് യേശു ക്രിസ്തു ഉണ്ടെന്നുള്ളത് അവർ ബോധ്യപ്പെടുത്തും. ആർക്കും വേണമെങ്കിലും സ്വീകരിക്കാം. എല്ലാം നഷ്ടപ്പെട്ട് പ്രതീക്ഷയുടെ തിരുനാളം അണഞ്ഞുപോയവർക്ക് തണലായി ഈ കൂടാരം പ്രവർത്തിക്കുന്നു. ഇവിടെ എത്തുന്ന വ്യക്തികൾക്ക് അവരുടെ സർഗാത്മക കഴിവുകൾ വളർത്തുവാനുള്ള സാഹചര്യം ഇവർ ഒരുക്കി നൽകുന്നു. ഭവനങ്ങളിൽ തീർത്തും ഒറ്റപ്പെട്ട് കഴിയുന്ന അനേകം പേർക്ക് ഈ സ്നേഹകൂടാരം വലിയ ആശ്വാസമാകുന്നു. സാമൂഹ്യജീവിയായ മനുഷ്യൻ ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സംഘർഷം. പല കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം. ഒരുപക്ഷെ ഏറ്റവും അധികം ഇത് മനുഷ്യൻ അനുഭവപ്പെടുന്നത്
അവൻ രോഗിയായി തീരുമ്പോഴാണ്. ഞങ്ങൾ ജീവിതത്തിൻ്റെ പ്രത്യേകമായുള്ള സാഹചര്യത്തിൽ ഒരു അപകടം മൂലമോ അതിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ വഴിയോ ശരീരത്തിൻ്റെ ചലന സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട കുറേയധികം മനുഷ്യരെ അവരെ ഒരുമിച്ച് കൂട്ടി അവർക്ക് ചെയ്യുന്ന ചെറിയൊരു സ്നേഹപ്രവർത്തനമാണ് ഈ മനുഷ്യസ്നേഹി കൂട്ടായ്മയുടെ പ്രത്യേകത. 2 കാര്യങ്ങളാണ് ഇതുവഴി ഞങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നാമത്തേത്, രോഗം വഴി ഒറ്റപ്പെട്ടു പോയ ഈ മനുഷ്യരെ വീടുകളിൽ നിന്ന് പുറത്തു കടത്തി അവരെപ്പോലെ സഹിക്കുന്ന, വേദനിക്കുന്ന മറ്റു മനുഷ്യരെ പരിചയപ്പെടുത്തുന്നു. ജീവിതത്തിലെ മറ്റു പല രീതിയിലും സഹായങ്ങൾ ലഭിക്കുന്ന ഇവർക്ക് ഒരുപക്ഷെ മറ്റാർക്കും ചെയ്യാൻ സാധിക്കാത്ത ഒരു സഹായമാണ് ഇതുവഴി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. അവരെപ്പോലെ രോഗികളായിട്ടുള്ള മനുഷ്യരെ അവർ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അവർ ഒറ്റപ്പെട്ടവരല്ലെന്നും ഒരുപക്ഷെ അവരെക്കാളും വേദന അനുഭവിക്കുന്നവർ ലോകത്തിലുണ്ടെന്ന് തിരിച്ചറിയാനും ജീവിതത്തെ സന്തോഷപൂർവ്വം നോക്കിക്കാണാനും ഞങ്ങളുടെ കൂട്ടായ്മ ഈ മനുഷ്യരെ പ്രത്യേകമായിട്ട് സഹായിക്കുന്നു. ഇതുവഴിയായി നടക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം, ഇവരെ ഞങ്ങൾ സമൂഹത്തിലെ പലർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഒരു സഹായത്തിന് വേണ്ടിയോ ഒരു കാഴ്ചവസ്തുവിനെ പോലെയോ ഒരു നോക്കിക്കാണാനല്ല ഒരിക്കലും മറ്റുള്ളവരെ ഞങ്ങൾ ഇവർക്ക് പരിചയപ്പെടുത്തുന്നത്. മറിച്ച് ആരോഗ്യമുള്ളവർക്ക് പോലും ഒരുപക്ഷെ ചെയ്യാൻ കഴിയാത്ത, ആരോഗ്യമുള്ളവരിൽ പോലും കാണാത്ത വലിയ നന്മകളും മഹത്വങ്ങളും ഇവരുടെ ജീവിതത്തിലൊന്ന് തിരിച്ചറിയാൻ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്കും ഇവർക്കും ഒരുപോലെ സാധിക്കുന്നു. ഒട്ടേറെ സന്ദർഭങ്ങളിൽ പരിചയപ്പെട്ട എല്ലാവർക്കും ഇവരുള്ള വലിയ നന്മകൾ കണ്ടെത്താനും ഒരുപക്ഷെ അതുവഴി ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താനും മറ്റുള്ളവർക്ക് കഴിയുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷകരമായ ഒരു വസ്തുതയാണ്. നെല്ലികുന്ന് മനുഷ്യസ്നേഹി കൂട്ടായ്മയുടെ പ്രത്യേക ലക്ഷ്യം വ്യത്യസ്തമായ സമൂഹത്തിൽ ഏറ്റവും കുറഞ്ഞ മേഖലയിൽ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ അവരിലുള്ള ഗുണങ്ങളും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവരിലും സമൂഹത്തിനും കൊടുക്കാൻ കഴിയുന്ന പ്രത്യാശയുള്ള സംരംഭങ്ങൾ സമൂഹത്തിലേക്ക് ഈ മക്കളിലൂടെ ഒത്തുചേർന്ന് കടത്തിവിടുക. അവരായിരിക്കുന്ന അവസ്ഥയിൽ സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്നേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയുന്ന അനുഗ്രഹങ്ങളും കഴിവുകളും പുറത്തേക്ക് വിടുന്ന ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ മനുഷ്യസ്നേഹി കൂട്ടായ്മ. ഈ സ്പൈനൽ കോഡ് പൊട്ടി വീട്ടിൽ തളർന്നു കിടക്കുന്ന അവരെ ആശ്വാസമായി, സഹോദരനായി, അപ്പച്ചനായി, കുടുംബമായി ചേർന്ന് അവരിലൂടെ മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേർന്ന് മറ്റുള്ളവരെയും കൂടി വളർത്തുക എന്നതാണ് ഞങ്ങളുടെ പ്രധാന ഘടകം. ഇതിൽ ഞങ്ങളുടെ ഡി ചേട്ടൻ സ്പൈനൽ കോഡ് പോലെ ഈ മനുഷ്യസ്നേഹി കൂട്ടായ്മയെ നെടുനായകത്വം വഹിച്ച് വളർത്തിയെടുക്കുന്നു. ഇങ്ങനെ വന്ന വ്യക്തികളിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ഹൃദയസ്പർശിയായ ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ 5 പേര് സ്വയം 15ഉം 20ഉം വർഷമായി കിടന്നിരുന്നവര് 5 പേര് സ്വയം വാഹനം ഓടിക്കാൻ ചെയ്തു. അവരെ വണ്ടിയിൽ കയറ്റിയിട്ട് കാറായാലും ഓട്ടോറിക്ഷ ആയാലും സ്കൂട്ടി ആയാലും ഒരു 5 പേര് സ്കൂട്ടി ആയാലും അവരെ വണ്ടിയിൽ കയറ്റിയിരുത്തിയാൽ മതി. അവരെത്ര ദൂരം വേണമെങ്കിലും പോയിക്കോളും. അവർ ഈ യാത്രയിൽ മൊബൈൽ റീചാർജ്, ലോട്ടറി കച്ചവടം, കമ്പ്യൂട്ടർ റിപ്പയറിങ്, കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന വ്യക്തികൾ, ഓട്ടോറിക്ഷ ഓടിപ്പിക്കുന്ന വ്യക്തികൾ, ഇപ്പോൾ ഈ ഇതിൽ 5 പേരോളം ഞങ്ങൾ ഇതിന് സ്വയം ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാറ്. അതെ, അത് ഇങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അതിന് വേണ്ടതായ ഞങ്ങൾ അവർക്ക് എന്ത് വേണം ചെയ്തു കൊടുക്കുന്ന പ്രഖ്യാപനവും. അവർക്ക് ഡോക്ടേഴ്സ് പറഞ്ഞ ഇവർക്ക് മരുന്നൊന്നുമില്ല എന്നാ, ഒരു മരുന്നും ഇവർക്കില്ല. നിങ്ങൾ കൊടുക്കുന്ന ഈ പരിചരണം ഏറ്റവും വലിയ മരുന്ന്, കർത്താവിന്റെ സ്നേഹസ്പർശനം മാത്രമേ. ഇവര് ജീവിത പങ്കാളി എന്ത് ചെയ്തു കൊടുത്താലും ഒരു പ്രത്യേക ടൈം കഴിഞ്ഞാൽ അതിനൊക്കെ ഇതാവും. അപ്പൊ ഈ ഒരു 10 ദിവസം ഞങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ജീവിത പങ്കാളി ചെയ്തു കൊടുക്കുന്ന ഓരോ അവസ്ഥകളും അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. മക്കളെ വിട്ടിട്ടാണ് ബൈസ്റ്റാൻഡിന് നല്ല പരിശീലനം കൊടുക്കും. നിങ്ങൾ ബൈസ്റ്റാൻഡിന് കൊടുക്കും. ഇടയ്ക്ക് ഗെറ്റ് ടുഗദർ വയ്ക്കുമ്പോൾ ഇവര് രോഗികളെന്നല്ല ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ സഭയുടെ ശുശ്രൂഷകരാണ്. ഇവര് ഇന്ന് സഭയിലെ ശുശ്രൂഷകരാണ്, സഭയെ പിടിച്ചെടുത്തുന്ന ഇവരാണ് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്. ജനനം തൊട്ട് മരണം വരെ അവർ ഏറ്റെടുക്കും, മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യും. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയിട്ട്, ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, ഇനി തീരെ വയസ്സായി കിടക്കുന്ന തീരെ പറ്റാത്ത ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗിക്ക് വേണ്ടിയിട്ട്, ഇതിനൊക്കെ പ്രവർത്തിക്കാൻ ഈ മധ്യസ്ഥരായ മക്കളുണ്ടായിരിക്കും. ഈ കിടക്കുന്ന 7 മണിയുടെ ജപമാല എല്ലാ വീടുകളിലും അതാത് മധ്യസ്ഥരെ പ്രാർത്ഥിച്ചോളം നിർബന്ധം.
ശരിക്കും പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ കർത്താവിന്റെ ഒരു ഹൃദയമാക്കി നിങ്ങൾ മാറ്റും. അതെ. കർത്താവിന്റെ ഭൗതിക ശരീരത്തിലെ പ്രസംഗിക്കുന്നവൻ വായാകുകയാണ് ചെയ്യുന്നത്, പ്രവൃത്തി ചെയ്യുന്നവൻ കൈയും കാലും ഒക്കെ ആകുകയാണ്. പക്ഷെ ഇവരെ കൊണ്ട് ഹൃദയമാക്കി മാറ്റുന്നു, പ്രാർത്ഥിപ്പിക്കുക. അതോടൊപ്പം ഇവര് ചെയ്യുന്ന പ്രവൃത്തികൾ ഇവര് ഇന്ന് വേസ്റ്റ് അല്ല, ഇവരെ കൊണ്ട് ആവശ്യമുണ്ട്. ഇവരെ കൊണ്ട് കർത്താവിന് ആവശ്യപ്പെടുന്നത് ജനങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക. ഒരുപാട് വ്യക്തികൾ ഇവര് പ്രാർത്ഥിച്ച് വളരെ സൗഖ്യപ്പെട്ടവരുണ്ട്. ഞങ്ങള് ഈ ശുശ്രൂഷ ചെയ്യണമെന്ന് ഞങ്ങളുടെ ഭാഗത്തല്ല, അത് ഞങ്ങളെ പിടിച്ചു നിർത്താൻ, ഞങ്ങള് വീണ്ടും പഴയ രൂപത്തിലേക്ക് പോവാതിരിക്കാൻ ദൈവം ഞങ്ങൾക്കൊരു കാരണം കാണിച്ചു തന്നിരിക്കുക. ഇവരെ ശുശ്രൂഷിച്ചാൽ നമ്മൾ ആ ദിവസം രക്ഷപ്പെട്ടു. അപ്പൊ ഇവരെ വിശ്വാസത്തിന്റെ വചനങ്ങൾ പങ്കുവയ്ക്കാനും കൗൺസിലിംഗ് നടത്തുന്നവരൊക്കെ ഉണ്ടാവും. അവര് കൗൺസിലിംഗ് കോഴ്സ് പാസ്സായവര്, ഇവർക്ക് അതാത് സമയങ്ങളിൽ നമ്മള് പുരോഹിതർക്ക്, സന്യാസി സിസ്റ്റേഴ്സ് ഇവരൊക്കെ വന്ന് ഇവരായിട്ട് ഷെയർ ചെയ്യുകയും ഇതിനോട് എന്തെങ്കിലും ആവശ്യങ്ങൾ കൂടുതൽ ടെലിഫോണിൽ കൂടെ അവർ ബന്ധപ്പെട്ട് ഈ ആവശ്യം പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് വിശുദ്ധ കുർബാന, അതേപോലെ തന്നെ കുമ്പസാരങ്ങള്, ഈ കൂട്ടായ്മകളിൽ ഇവരൊക്കെ വിളിച്ച് പറഞ്ഞ് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ഇവരിൽ കൂടെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ദേവശബ്ദത്തിന് വേണ്ടിയിട്ട് സന്തോഷ് കരിമത്ര ഞങ്ങളുടെ ഭവനത്തിൽ സന്തോഷ് കാര്യത്തിൽ ഈ ദേവശബ്ദ കൺവെൻഷന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ ഈ 5 ദിവസം പ്രാർത്ഥനയായിരുന്നു, നൈറ്റ് വിജിലടക്കം. സന്തോഷ് കരിമത്ര ബ്രദർ പങ്കെടുത്തിരുന്നു. ഓരോ വ്യക്തികളും നമ്മൾ ആവശ്യങ്ങൾ പറയുമ്പോൾ ഇവരോട് ഇരുന്നിട്ട് 5-10 പേരിരുന്നും അതായത് വീടുകളിൽ ഇരുന്നിട്ട് അവരും പ്രാർത്ഥിക്കും. വളരെ വ്യക്തമായിട്ട് അതില് ഇന്നലെ അവർ നമ്മളെ പോലെ ആയിരുന്നു, അപ്പൊ ഇവിടെ നമുക്കാവാം. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ ഇവര് ഇത്രമാത്രം പ്രത്യാശയുള്ളവരായി തീരാൻ നിങ്ങളെ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു വചനങ്ങൾ നിങ്ങൾ അവരെ സ്പർശിച്ച പറയാമോ? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഈ വചനം വെച്ചാണ് ഇവരെ കൊണ്ടും പ്രാർത്ഥിപ്പിക്കുന്നത്. ഇവരെ ഉള്ളിലിരിക്കുന്ന മനുഷ്യന്റെ ആ രൂപം മാറ്റി വിശ്വാസത്തിന്റെ മേഖല അവരിൽ കടത്തിവിടുന്നു. ഇവരുടെ ആന്തരിക മനുഷ്യന്റെ ശക്തി തിരിച്ചു. അതുകൊണ്ടാണ് ഇവർ ഇത്രയും ഈ അവസ്ഥയിൽ 100% അവർക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലിരുന്നും ഇപ്പോഴും സന്തോഷിക്കുന്നത്. എല്ലാതും ഉണ്ടായിട്ട് മനുഷ്യൻ ഇപ്പോൾ സന്തോഷിക്കുന്നില്ല. ഒന്നുമില്ലാത്തവർ ഇപ്പോൾ പൂർണ്ണമായിട്ട് സന്തോഷിക്കുന്നു. യേശു നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നരുതെന്ന് വിശുദ്ധ പൗലോസ്ലീഹായെ കൂട്ടിച്ചേർക്കുമ്പോൾ ഈ വചനങ്ങളെല്ലാം അനുസ്മരിപ്പിക്കുന്ന ഒരു ജീവിതം നാം ഇവിടെ മനുഷ്യസ്നേഹികളിൽ കാണുന്നു. ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന മാത്യു, ഡി മുതലായ സഹോദരങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇതിനെ അനുസ്മരിപ്പിക്കുന്നവയാണ്. കിടപ്പ് രോഗികളായിട്ടുള്ള സഹോദരങ്ങളെ വീടുകളിൽ നിന്ന് തേടി കണ്ടെത്തി അവർക്ക് ആശ്വാസവും സമാധാനവും പകരുന്ന ഒരു നല്ല അയൽക്കാരായി മാറുകയാണ് ഈ സഹോദരങ്ങൾ. തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ തുല്യ ദുഃഖിതരെന്ന നിലയിൽ അവർക്ക് ആശ്വാസം പകരുവാൻ സാധിക്കുന്നു, ധൈര്യം പകരുവാൻ സാധിക്കുന്നു. തിരിച്ചു പോകുന്നത് വളരെ ഉന്മേഷഭരിതരായിട്ടാണ്. എനിക്ക് മാത്രമല്ല ഈ ദൗർഭാഗ്യം, എന്നെപ്പോലെ എന്നെക്കാളും കൂടുതലായി കഷ്ടപ്പെടുന്നവരും വേദനിക്കുന്നവരും ഉണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ അവരുടെ ലോകം ഒന്നുകൂടിയും വിസ്തൃതമാവുകയാണ്. നിരാശയുടെ പടുകുഴിയിൽ നിന്ന് അവരെ കൈപ്പിടിച്ചുയർത്തുവാനായിട്ട് ദൈവം ഈ സഹോദരങ്ങളെ അവരുടെ ഉപകരണങ്ങളാക്കി തീർത്തപ്പോൾ അവരോടൊപ്പം പ്രവർത്തിക്കുവാൻ എനിക്കും വല്ലപ്പോഴൊക്കെ ഭാഗ്യം ലഭിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇവരെ വീടുകളിലൊക്കെ എത്തിക്കുന്നെങ്കിൽ ഇതിനുള്ള സാമ്പത്തികമോ അല്ലെങ്കിൽ ഇവരുടെ മറ്റു കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് ക്രമീകരിക്കപ്പെടുന്നത്? ഇത് കർത്താവ് നിയന്ത്രിക്കുന്നത്. ഞങ്ങൾ ഇതിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ട്രഷറോ ഇല്ല. അതെ, എന്നാലും ഇത് നടക്കണമല്ലോ. അതെങ്ങനെ നടത്തുന്നു എന്ന് പറയാം. ഇതിന് നമ്മളിവിടെ വന്ന വ്യക്തികൾ നമ്മൾ ഈ ഭവനത്തിൽ വരുമ്പോൾ ഇവർക്ക് കുറവുള്ള കാര്യങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചറിയും. നിങ്ങൾക്ക് എന്താണ് ആവശ്യം? വ്യക്തികൾ അവർ പറയും, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇന്ന് മരുന്നാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ വിദ്യാഭ്യാസമാണ്. ഈ അവസ്ഥകൾ പറയുമ്പോൾ ബ്രദർമാർ ആരെങ്കിലും വന്ന് അവർക്ക് നേരിട്ട് ഞങ്ങളായിട്ട് യാതൊരു ബന്ധമില്ല, സാമ്പത്തികമായിട്ട് യാതൊരു ബന്ധമില്ല. ഇതിൽ അത് ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിൽ അവർ അച്ഛനെ കൊണ്ട്, മിഷൻ ഹോസ്പിറ്റലാണ് ഇപ്പോൾ കൂടുതലും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നത് ഡോക്ടർ രാജീവ് റാവു എന്ന് പറഞ്ഞ ഓർത്തോഡ് ഡോക്ടർ മിഷനിൽ, അവിടുത്തെ ഡയറക്ടർ അച്ഛനും ഞങ്ങൾക്ക് വളരെ സഹായം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മനുഷ്യരെല്ലാം അങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ വ്യക്തിപരമായ ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ ശൈലികളും ഒക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ രാവിലെ 5 മണിക്ക് എഴുതിട്ട് കഴിഞ്ഞാൽ 400 പേർക്കുള്ള ഭക്ഷണം ജില്ലാ ഹോസ്പിറ്റലിൽ പാകം ചെയ്ത് 9 മണിക്ക് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വണ്ടിയിൽ കൊടുത്തയക്കും. വീട്ടിൽ ചെന്ന് വേവിച്ചിട്ട് സ്വന്തം വീട്ടിലിട്ട് വേവിച്ചു. ജില്ലാ ഹോസ്പിറ്റലിൽ റൂം സൗകര്യങ്ങളുണ്ട്, ഫ്രീ ആയിട്ടൊരു സേവനം.
ഈ സമയം കഴിഞ്ഞാൽ 8:30 മണി മുതൽ അല്ല, ഈ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ, ഞാൻ ചെയ്യുന്ന സേവനാണ് ഫ്രീ ആയിട്ട്. അതെ, എന്നാലും അവിടെ വേറെ വല്ലവരും ഉണ്ടാവോ ഈ 400 ഇല്ല ഒറ്റയ്ക്ക്? അത് ശരി. അവർക്കുള്ള കഞ്ഞി, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്കുള്ള കഞ്ഞി, ഒരു സെക്ഷൻ പുതിയ ബിൽഡിങ്ങിലേക്കുള്ള കഞ്ഞി ഞാൻ 400 പേർക്കുള്ള കഞ്ഞി വെച്ച് അവർക്ക് കൊടുക്കും. ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ വേറെ ഉണ്ട്, അവർ 8:00 ശേഷം വരുള്ളൂ. അന്നേരം കഞ്ഞിയൊക്കെ വന്നിരിക്കും. അത് കഴിഞ്ഞാൽ 15ഓളം രോഗികൾ, ആരുമില്ലാത്തൊരു ജയിലിൽ നിന്ന് വന്നുള്ളവര്, അലഞ്ഞു കഴിഞ്ഞ ആൾക്കാർ, രോഗികളുണ്ട്. അവരുടേതായ നിത്യ കാര്യങ്ങൾ, ബാത്റൂമിൽ കൊണ്ടുപോവുക, അവരുടെ ഡ്രസ്സുകൾ തിരുമ്പുക, അവർക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരും, അത് വാരി കൊടുക്കുക, അവർക്ക് എന്തൊക്കെ അത്യാവശ്യം വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് 10:30 മണിയോടുകൂടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരും. വീട്ടിലത്തെ അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും ഈ മനുഷ്യസ്നേഹി കൂട്ടായ്മയിൽ വന്ന് അവരുടെ കാര്യങ്ങൾ. മനുഷ്യസ്നേഹി കൂട്ടായ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്പൈനൽ കോഡ് തറന്ന മനുഷ്യസ്നേഹി കൂട്ടായ്മ, അത് സ്പൈനൽ കോഡ് തറന്നൊരു അവരുടെ പേര് മനുഷ്യസ്നേഹി. ഇതിനോ? ഇത് ഒരു ലിറ്റിൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ കൂട്ടായ്മയിൽ 28 വർഷമായിട്ട് മുൻപുള്ളതാണ്. അതിൽ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയാണത്, ഫ്രീ ആയി ചെയ്യുന്ന സേവനം. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ ഒരു മേഖല. അതുകൊണ്ട് നമ്മളാ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പൊ ഒരു ബ്ലഡ് കൊടുക്കുന്ന പ്രതീകം, അത് ബ്ലഡ് കിട്ടുന്ന വ്യക്തിക്ക് ഒന്നാ കിട്ടുന്നുള്ളൂ, ബ്ലഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. നമുക്ക് 2 കാര്യമുണ്ട്, ഒന്ന് രോഗമില്ല എന്നുള്ളതും, രണ്ടാമതും നമ്മൾ ഫ്രഷായി കിട്ടും. കുടുംബ പ്രാർത്ഥനയുടെ സ്നേഹവും കരുത്തും ഈ ശുശ്രൂഷകന് ബലമേകുന്നു. കരങ്ങളിലേന്തിയ ജപമാല മണികൾ കരുത്തിന്റെ വലിയ താങ്ങുവടിയായി മാറുന്നു. ക്രൂശിതന്റെ സ്നേഹം അനേകർക്ക് പങ്കുവെച്ച് നൽകാൻ ഈ വചന വെളിച്ചം വലിയ പ്രകാശമാകുന്നു. അപ്പൊ ഇങ്ങനെ ഇത്രയും പേർക്ക് ഭക്ഷണം പാചകം ചെയ്യാനും പിന്നെ മറ്റു രീതിയിൽ ഇടവകയായിട്ടുള്ള ബന്ധങ്ങൾ, സഭയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? സഭ പിതാക്കന്മാരായിട്ട് നല്ല കണക്ഷനാണ്. 5ഉം 6ഉം പ്രാവശ്യം എല്ലാ പിതാക്കന്മാരും നമ്മുടെ ഭവനത്തിൽ വന്നു പോകുന്നുണ്ട്. സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഒരു മുളയൻ സെമിനാരി റെക്ടർ ബാബു പാനട്ട് പറമ്പിലാണ് അച്ഛന് ഇതിന്റെ ഈ മനുഷ്യസ്നേഹി കൂട്ടായ്മയുടെ ഡയറക്ടർ, മാർഗനിർദ്ദേശി. എല്ലാ കാര്യങ്ങളും അച്ഛനിൽ കൂടിയാണ് ഞങ്ങൾക്ക് സന്ദേശം തരുന്നതും ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ പോകുന്നത്. ഞങ്ങൾ ബന്ധുദിനങ്ങളിൽ 1000 പേർക്ക് ഭക്ഷണം തൃശ്ശൂർ പൂരപ്പറമ്പിൽ കൊടുക്കും. അത് കഴിഞ്ഞാൽ മെന്റൽ ഹോസ്പിറ്റലിൽ ഒരു 150 പേർക്കുള്ള ബൈസ്റ്റാൻഡുള്ള ഭക്ഷണം കൊണ്ടു കൊടുക്കും. ഇതൊന്നും പാകം ചെയ്യുന്നതല്ല. ബന്ധു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് കണ്ടമാന ശുശ്രൂഷകളിൽ ഒരു സ്പോട്ടിൽ ഭക്ഷണം കൊണ്ടുവരും. നേരത്തെ അറിയിച്ചിട്ടുണ്ടാവും? അല്ല, ബന്ധിനുണ്ടാവുന്നുള്ള അവർക്ക് ഉറപ്പാ. ആദ്യം ഒരു 25 പൊതി ചോറും ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. ഇപ്പൊ അത് 1000 പേർക്കുള്ള ഭക്ഷണമായി. തൃശ്ശൂര് ഈ ചുറ്റുവട്ടത്തില് ഒരാളും ഭക്ഷണം കഴിക്കാതിരിക്കരുത്. അന്ന് ബന്ധിന്റെ അന്ന് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ടു കൊടുക്കും. റെയിൽവേ സ്റ്റേഷനില്, ബസ് സ്റ്റാൻഡുകളില്, തൃശ്ശൂർ പൂരപ്പറമ്പില് ഒരു മേശിട്ടിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കും. ഒരു നിന്ന് കഴിഞ്ഞാൽ അവർ വളരെ കൃത്യതയോട് കൂടിയിട്ട്, വളരെ സൈലന്റോട് കൂടിയിട്ട് അവർ വന്ന് ഭക്ഷണം വാങ്ങിക്കും. അതോടൊപ്പം അവർക്ക് വേണ്ട മരുന്നുകൾ കൊടുക്കും, ഡ്രസ്സുകൾ കൊടുക്കും. സാധാരണക്കാരും ഉണ്ട് ഭക്ഷണം കിട്ടാൻ. അവിടെ മനുഷ്യത്വം മാത്രമാണ് നോക്കുന്നത്. ഭക്ഷണം കിട്ടാതെ ഒരാളും അലയരുത്. പിന്നെ ഞങ്ങൾ പല ആശ്രമങ്ങളിലും ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. 3 വയസ്സ് മുതൽ ഒരു 15 വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെ ആശ്രമം ആമ്പക്കാടുണ്ട്. അവിടെ എന്ത് ചെയ്യും? അവിടെ അവരുടെ ഈ ആവശ്യങ്ങൾക്ക്, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഞങ്ങളോട് വിളിച്ച് പറയുമ്പോൾ ഞങ്ങൾ പോവും. പിന്നെ ഏതെങ്കിലും ഫാമിലികളുടെ ഗെറ്റ് ടുഗദർ വരും, അതുപോലെ ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു 41 അല്ലെങ്കിൽ വിവാർഷികം, ഇതൊക്കെ ആഘോഷിക്കുന്ന പറയുമ്പോൾ അവരും ഞാൻ മനുഷ്യ കൂട്ടായ്മയും എല്ലാവരും കൂടി അവിടെ വെച്ചൊരു ഗെറ്റ് ടുഗദർ പോലെ വയ്ക്കും. അപ്പോൾ ആ മക്കൾക്ക് സന്തോഷമായി. അതുപോലെ അമ്മമാരെ ഉപേക്ഷിച്ച അമ്മമാരെ അടുത്തേക്ക് പോവും, അപ്പന്മാരെ ഉപേക്ഷിച്ചൊരു അടുത്തേക്ക് പോവും. നന്മ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാതിരുന്നാൽ അത് പാപമായി. ചെയ്യാവുന്ന നന്മ ചെയ്യാണ്ടിടത്തൊക്കെ എത്തിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികള് ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളേക്ക് വെക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ടതാണ് അത്. തീർച്ചയായിട്ടും ജീവൻ പകരുന്ന ജോലി, ജീവന്റെ ശുശ്രൂഷ. അതേസമയം തന്നെ സുവിശേഷം ജീവനോടെ മനുഷ്യഹൃദയങ്ങളിൽ എത്തിക്കുക. ഇത് പ്രത്യേകിച്ച് ഒരു കാരണവശാലും ജീവിതത്തിൽ ഇനി പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ആൾക്കാർക്ക് പ്രത്യാശ പകരുന്ന ശുശ്രൂഷ മനുഷ്യർക്ക് തീർച്ചയായിട്ടും ഇത് ഏറെ പ്രയോജനകരമായിട്ടുണ്ടാകും. ആൾക്കാർക്ക് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന അനേകർക്ക് തങ്ങളുടെ ഉള്ളുകളിൽ ഏത് രീതിയിലും കിട്ടുന്ന നന്മ, ചെയ്യേണ്ടപ്പോൾ ചെയ്യേണ്ടതുപോലെ ചെയ്യാനുള്ള ഒരു പ്രചോദനമാകാൻ സഹോദരൻ്റെ ജീവിത അനുഭവങ്ങളും സഹോദരൻ്റെ ഈ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ടീമിൻ്റെ പ്രവർത്തനങ്ങളും ഇടയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഷാലോം ടിവിയോട് നിങ്ങൾ കാണിച്ച ഈ
ഔദാര്യത്തിന് ഞങ്ങളോട് സഹകരിച്ചതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. തൃശൂരും പരിസരങ്ങളിലും വലിയ സ്നേഹത്തിന്റെ പരിമളം പകർന്നുകൊണ്ട് ഈ കൂടാരം പ്രവർത്തിക്കുന്നു. ആത്മാക്കളെ നേടുവാനായി നിതാന്തം പരിശ്രമിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് എന്നും കരുത്തായി ഈ പ്രാർത്ഥനാ ജീവിതവും വ്യക്തിപരമായ സമർപ്പണവും കരുത്തു പകരുന്നു. ആരോരുമില്ലാതെ കണ്ണീരിലാഴുന്ന ഈ ജീവിതങ്ങൾക്ക് പുതിയ പ്രകാശത്തിന്റെ താഴ്വാരം ഇവർ ഒരുക്കുന്നു. സുവിശേഷം കാരുണ്യമായി പ്രഘോഷിക്കുന്ന ജീവിതങ്ങൾക്ക് പ്രണാമം. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയ